സെക്രട്ടേറിയറ്റ് പടിക്കൽ കുറേ ആശാവർക്കർമാർ സമരം ചെയ്യുന്നുണ്ട്. കുറച്ച് നാളായിട്ട് അവർ സമരത്തിലാണ്. അവരുടെ സമരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 7,000-8,000 രൂപ എന്നുള്ളത് സർക്കാർ പറയുന്ന 12,000-13,000 രൂപയിലേക്ക് എത്തിക്കണം എന്നുള്ള അവകാശവാദവുമായിട്ടാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യപരമായിട്ടുള്ള സമരമാണ്, അല്ലെങ്കിൽ ഒരു ജനകീയ സമരമാണ്. പക്ഷേ സർക്കാർ പറയുന്നത് ഇവരെല്ലാം സമരം ചെയ്യുന്നത് മറ്റാരുടെയൊക്കെയോ ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റാരൊക്കെയോ പേടിപ്പിച്ചിട്ടാണ് ഇവരെ ഈ സമരവേദിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. തൊഴിലാളി സമരങ്ങളിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ പ്രതികരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഈ ഭരണകൂടം തന്നെയാണ് പറയുന്നത് ഈ രീതിയിൽ സമരം ചെയ്യുന്ന ആളുകൾ ജനവിരുദ്ധ സമരങ്ങളാണ് നടത്തുന്നത്, യാഥാർത്ഥ്യപരമായിട്ടുള്ള സമരങ്ങളല്ല നടത്തുന്നത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നേതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പിണറായി സർക്കാർ തന്നെ അത് പറയുമ്പോൾ നമുക്ക് അവരോട് എന്താണ് തിരിച്ചു പറയേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ നടത്തുന്ന സമരങ്ങൾ മാത്രമാണോ ജനകീയ സമരങ്ങൾ? ബാക്കിയുള്ളവർക്ക് ഈ ഒരു സംസ്ഥാനത്ത് നമ്മുടെ പിണറായി സർക്കാരിന്റെ കാലത്ത് സമരങ്ങളിലൊന്നും ഏർപ്പെടാൻ പറ്റില്ല. അതൊക്കെ ഒരു വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള മാത്രം അല്ലെങ്കിൽ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുള്ള സമരങ്ങളായിട്ട് എങ്ങനെ? പക്ഷേ ഈ വിഷയത്തിലേക്ക് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ആശാവർക്കർമാരെ പിന്തുണച്ചു വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ സമരത്തിന് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എത്രയോ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന സമരമാണിത്. ഇത് സർക്കാരിന് വളരെ എളുപ്പത്തിൽ അവരെ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ചുകൂടെ മാറ്റി അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാതെ പോയാൽ അല്ലെങ്കിൽ 13,500 എന്ന് പറയുന്നത് 7,000 കിട്ടുന്ന സ്ഥാനത്ത് അത് കൃത്യമായി കൊടുക്കാനുള്ള ഇത്തരം നടപടികൾ സ്വീകരിച്ച് ആ ഒരു സമരം പൂർണ്ണമായി നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് പകരം അവർ ചെയ്തത് എല്ലാ നേതാക്കന്മാരും എല്ലാ മന്ത്രിമാരും വന്നിട്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്, തങ്ങളുടെ ഇതിനെ വെച്ച് ന്യായീകരിക്കുകയാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യുകയാണ്. അവിടെ 5,000 ആണ് 6,000 ആണ്, ഞങ്ങൾ 13,500 കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ കൊടുക്കുന്നു എന്ന് പറയുന്ന സാധനം കിട്ടാത്തത് കൊണ്ടായിരിക്കും ഇവർ സമരത്തിന് ഇറങ്ങുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലുള്ള കേരളത്തിൽ ആശാവർക്കർമാർ അത്രത്തോളം പണിയെടുക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത് ആർക്കും തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വിഷയമൊന്നുമല്ല. ഇവർ കൃത്യമായിട്ട് വീടുകൾ കയറി ഇറങ്ങി വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കും, അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ സമയത്തിന് എത്തിച്ചു കൊടുക്കും. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആശാവർക്കർമാർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സാമൂഹ്യ സേവനം ചെയ്യുന്ന ആശാവർക്കർമാരുണ്ട്. സർക്കാരിന്റെ എന്ത് പരിപാടിക്കാണെങ്കിലും ആളുകളെ എത്തിക്കുന്ന ആരാണ്? ആശാവർക്കർമാരാണ്. അങ്ങനെ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം ആശാവർക്കർമാരിലുണ്ട്. അവരെ പോലും തള്ളി പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവരെല്ലാം ആരുടെയൊക്കെയോ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് ഇവിടെ വന്ന് സമരം ചെയ്യുന്നത്. സത്യത്തിൽ ഈ ഒരു സമരങ്ങളെയൊക്കെ പ്രതിപക്ഷം അത്രത്തോളം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടിയിട്ടുള്ള സർക്കാരിനെതിരെ പിണറായി സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വീണ്ടും ഒരു സർക്കാർ വിരുദ്ധത സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമരം തന്നെയാണ്. കാരണം സർക്കാരിന്റെ തന്നെ ജീവനക്കാരെന്ന് നമുക്ക് ഇതൊരു ജനകീയ വിഷയമാണ്. ജനങ്ങൾക്കിടയിൽ അവർ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ആശാവർക്കർമാർക്ക് 7,000-8,000 രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. നിലവിൽ ആശാവർക്കർമാർ മാത്രമേ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരം കൈത്തറി തൊഴിലാളികൾക്ക് ഫണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പാചക തൊഴിലാളികൾക്ക് ഫണ്ട് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാത്ത ഒരു വിഭാഗം മാറി നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടെ സമരത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ പിണറായി സർക്കാർ അപ്പോഴും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ കണക്കുകൾ രേഖപ്പെടുത്തി ഇവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വിഭാഗത്തിന് ശമ്പളവും കൂട്ടി അല്ലെങ്കിൽ വേറെ കുറെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരികയെന്നാണ് നമുക്ക് അറിയാം. ഈ ജനങ്ങൾക്കിടയിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ രീതിയിൽ പറയുന്നത്. ഇത് ആരുടെയൊക്കെയോ ഭരണകൂട ഭീകരത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇവരെല്ലാം ആരെയൊക്കെയോ പേടിച്ചിട്ടാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. പക്ഷെ അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല. സർക്കാരിന്റെ തന്നെ ജീവനക്കാരെന്ന് വിളിക്കാൻ പറ്റുന്ന ഇവർ അവർക്ക് കിട്ടാത്ത പൈസയ്ക്ക് വേണ്ടി സമരത്തിന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഗൂഢാലോചനയുടെ ഭാഗമാകുന്നത്? അതെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ കുറെ നാളുകളായിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. പ്രതിപക്ഷങ്ങൾ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷം സമരം ചെയ്യുന്നുണ്ട്, സമരം ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പല സമരങ്ങളും നമ്മൾ കണ്ടതാണ്, സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ നടത്തി. പക്ഷേ ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് പോലും കഴിയുന്നില്ല. പക്ഷേ ഇനി അത് കുറെ കൂടെ കത്തുമെന്നുള്ളതിനൊരു തെളിവ് തന്നെയല്ലേ സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടെന്നുള്ളത്. കാരണം AICCയുടെ പുതിയ മീറ്റിംഗ് പ്രകാരമാണെങ്കിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ജനകീയമായിട്ടുള്ള ഒരു സമരം നടക്കുന്നത് ആശാവർക്കർമാരുടെ സമരമാണ്. അവർ ഇതുവരെ അല്ലെങ്കിൽ സർക്കാർ ഒരു പ്രതികാര നടപടി എന്ന പോലും ആരൊക്കെയാണോ ആ സമരത്തിൽ പങ്കെടുത്തത് അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്ന. അതെ, സർക്കാർ പ്രതികാര നടപടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ആശാവർക്കർമാർ ആരൊക്കെയാണോ ഈ ഇതിൽ സമരങ്ങളിൽ പങ്കെടുത്തുള്ള അവർക്കെതിരെ നോട്ടീസ് അയക്കാനാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്കെതിരെ സമരം നിർത്തി വന്നില്ലെങ്കിൽ പുതിയ ആളെ കണ്ടെത്തി അവർക്കെതിരെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആശാവർക്കർമാരുടെ ജോലി പോകും. അങ്ങനെ ഇവരെ ഈ രീതിയിൽ ഇല്ലാതാക്കി കളയാമെന്നാണ് സർക്കാർ എപ്പോഴും വിചാരിക്കുന്നത്. സർക്കാരിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്
ആ ഒരു ഹുങ്കാണ്, ഞങ്ങൾ മാത്രമേ വിജയിക്കൂ, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഇല്ലാതാക്കി കളയുമെന്നൊരു ചിന്താഗതി സർക്കാരിന് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ സമരം ചെയ്യുന്ന ആളുകളെ പോലും ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ, അവരുടെ സമരത്തെ പോലും ഇല്ലാതാക്കി കളയാൻ കഴിയുന്ന രീതിയിൽ അവർ പുതിയ പുതിയ നിയമങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഒരു എന്താ പറയാ കിരീടവും ചെങ്കോലും ഏന്തിയതുപോലെയാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ പറയുന്നതാണ് നിയമം, അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും, നമുക്ക് തോന്നുമ്പോൾ നമ്മൾ സമരം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കണം ഇവിടുത്തെ നിയമം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ജീവനക്കാരാണെന്ന് ഇവർക്ക് തോന്നാനുള്ള, അല്ലെങ്കിൽ അത് ചിന്തിക്കാനുള്ള ഒരു ശേഷി ഇവർക്കില്ലേന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രബുദ്ധ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ പുരോഗമന പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് CPM. വലിയ വലിയ തൊഴിലാളി സമരങ്ങൾ സംഘടിപ്പിച്ച പാർട്ടി എന്ന് അവർ തന്നെ പറയുന്ന CPM-ന് ഇതുപോലെയുള്ള ജനകീയ സമരങ്ങളെ കാണുമ്പോൾ പുച്ഛം തോന്നുകയാണെങ്കിൽ ആ പുച്ഛം ഈ സർക്കാരിന്റെ അവസാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.